ഞാനിവിടെ SRV സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ SRV സ്കൂളിൽ അറിയപ്പെടുന്നത് സകല ഗ്രൗണ്ട് വിദ്യാലയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു 8th 9th ഒക്കെ തുടങ്ങി തന്നെ ക്ലാസ് കട്ടിയത് സിനിമ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ SRV സ്കൂൾ തുടങ്ങി പിന്നെ മഹാരാജസിലോട്ട് എത്തിയപ്പോൾ അത് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാമെന്ന് പറയുന്ന അവസ്ഥയിലോട്ട് വന്നു. എന്നുവെച്ചാൽ മഹാരാജ ചെയർമാനിലും കൂടുതൽ ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കുറേ നാൾ ചെയ്തിരുന്നു. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരം യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷന് പങ്കെടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ മഹാരാജസിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ഏറ്റവും വലിയ ചിന്താ വിഷയം എങ്ങനെയാണ് സെൻറ്റ് ഫ്രീസേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽസിലും കോമ്പറ്റീഷൻസിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും തിയേറ്ററും അങ്ങനെ എല്ലാമായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ശരിക്കും സിനിമോട്ടോഗ്രാഫറായിട്ട് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിലിം സ്കൂളിൽ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയപ്പോൾ ആ വർഷം പൂന ഫിലിം സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അവർ ആ വർഷം ഒരു 0 ഇയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാൻ PGക്ക് മഹാരാജാസിൽ ചേരുകയും അപ്പോൾ അതേപോലെ ഞാൻ ഡിറക്ഷനാണ് ഞാൻ ചോദിച്ചിരുന്നത് കാൽക്കട്ട ഫിലിം സ്കൂളിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമോട്ടോഗ്രാഫി ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് ഞാൻ ഒരു സയൻസ് ഗ്രാജുവേറ്റ് അല്ലേ. കാര്യം എന്ന് വെച്ചാൽ നോർമലി അതിനു മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനെ INB എന്ന് വെച്ചാൽ സെൻട്രൽ ഈ ഫിലിം സ്കൂളുകളിൽ ഒരു സയൻസ് ഒരു സയൻസ് ഗ്രാജുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആ വർഷമാണ് അവരതൊരു ഓപ്ഷനിലാക്കി വെക്കുകയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പാസ്സായാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡിറക്ഷനാണ് ചോദിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറേ സ്റ്റിൽസ് ആയിരുന്നത് കൊണ്ട് അവർ തന്നെയാണ് എൻ്റെ അടുത്ത് സിനിമോട്ടോഗ്രാഫി എടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവർ സിനിമോട്ടോഗ്രാഫി ഓപ്ഷനായിട്ട് തീരുമാനിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓപ്ഷനായിട്ട് തീരുമാനിച്ചു സിനിമോട്ടോഗ്രാഫി എടുക്കുകയാണ് ഞാൻ. ഞാൻ കൽക്കട്ട ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഫിലിമിന് എൻ്റെ ഡിപ്ലോമ ഫിലിമിന് ഷോർട്ട് ഫീച്ചർ സെക്ഷനിൽ 48 നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ സിനിമോട്ടോഗ്രാഫിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫിലിം സ്കൂളിൽ നിന്ന് ഒരു ജർമ്മൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബെർലിൻ ഫിലിം സ്കൂളുമായിട്ട്. ഞങ്ങൾ 2 സ്റ്റുഡൻസ് ബെർലിൻ ഫിലിം സ്കൂളിൽ പോവുകയും 2 സ്റ്റുഡൻസ് ബെർലിനിൽ നിന്ന് കാൽക്കട്ട ഫിലിം സ്കൂളിൽ വരികയും അപ്പോൾ ഞാനത് അവിടെ ഞങ്ങളൊരു 2 വർഷം ഫിലിം മേക്കിംഗ് കോഴ്സായിരുന്നു. അപ്പോൾ 1 വർഷം അവരുടെ ഫിലിം സ്കൂളിൽ പഠിക്കും, അതിനുശേഷം 1 വർഷം അവിടെ ഒരു ഫിലിം ചെയ്യുക എന്നുള്ളതായിരുന്നു ബെർലിനിലുള്ള സ്കോളർഷിപ്പ്. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മീഡിയയോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആയിട്ട് സംസാരിച്ചുണ്ടായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RGV ഫാക്ടറി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സ്ഥിരം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ RGV ചേരുക. അങ്ങനെ ഞാൻ RGV ചേർന്നിട്ടൊന്നുമില്ല. ഞാൻ സാധാരണ ഏതൊരു ഫ്രീലാൻസ് സിനിമോട്ടോഗ്രാഫറിനെ പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഫിലിം ചെയ്യാൻ പോയതാണ്. അതിൻ്റെ റിന്യൂമറേഷൻ അതിൻ്റെ ഇത് സൈൻ ചെയ്തിട്ട് അങ്ങനെ 1 പടം ചെയ്തു, 2 പടം ചെയ്തു, 3 പടം ചെയ്തു. അതല്ലാതെ ഞാൻ അങ്ങനെ ഒരു RGV മറ്റേതൊരു പ്രൊഡക്ഷൻ XYZ ഏത് പ്രൊഡക്ഷൻ ഹൗസ് പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഞാൻ അവരുമായിട്ട് അടുപ്പിച്ചൊരു 3 പടം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു RGV അങ്ങനെ ഒരു ഇതും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹാരാജാസ് കഴിഞ്ഞ് കാൽക്കട്ട ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കോളർഷിപ്പിൽ ഞാൻ ബെർലിൻ ഫിലിം സ്കൂളിൽ പഠിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ടാണ് തിരിച്ചു വന്നിരുന്നത്. കേരളത്തിൽ വന്നിട്ട് 2 വർഷം എൻ്റെ ഷോ റീലുകളും സംഭവമൊക്കെ വെച്ച് ഇവിടെ സിനിമയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടോ എന്തൊക്കെയോ കൊണ്ട് കാര്യം പുതിയ ആൾക്കാരെ പരീക്ഷിക്കാനായിട്ടുള്ള വൈമുഖ്യമോ പ്രശ്നങ്ങളോ ഒക്കെ കാരണം ഇവിടുന്ന് ഷോ റീലുകളും സംഭവങ്ങളും കൊണ്ടൊന്നും ഞാൻ ഇഷ്ടംപോലെ ആഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഷോ റീൽ കണ്ടിട്ട് ആദ്യം വിളിച്ചത് രാം ഗോപാൽ വർമ്മയാണ്. അപ്പോൾ അതേ ഷോ റീൽ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിരുന്നതാണ്, പക്ഷെ ആരും വിളിച്ചില്ല.
അപ്പോൾ അവിടെയാണ് ഷോറിൽ കൊടുത്തപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു വരികയും ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് പടം ചെയ്യുകയും ചെയ്തുകൊണ്ട്